ఎందరో మహానుభావులు മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇന്നീ പരിപാടിയിൽ സംഗീതജ്ഞർ ബി.വി. രാമൻ, ബി.വി. ലക്ഷ്മണൻ എന്നിവരെക്കുറിച്ച്. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. സംഗീതാഭ്യസനം തുടങ്ങിയത് 17-ാം വയസ്സിൽ, അരങ്ങേറ്റം കുറിച്ചത് 36-ാം വയസ്സിൽ. എന്നാൽ തങ്ങളുടേതായ ബാണി രൂപപ്പെടുത്തി ചിട്ടയായ സമ്പ്രദായ ശൈലിയിൽ കച്ചേരികൾ നടത്തി സംഗീതരംഗത്ത് സ്വന്തം പരിശ്രമം ഒന്നുകൊണ്ട് മാത്രം വ്യക്തിമുദ്ര പതിപ്പിച്ചവരായിരുന്നു ഭവാനി സഹോദരന്മാർ എന്നും അറിയപ്പെട്ടിരുന്ന ബി.വി. രാമൻ, ബി.വി. ലക്ഷ്മണൻ എന്നിവർ. രാമ ഗൗതമൻ രാമ ദേവി രാമ ഗൗതമൻ രാമ ദേവി രാമ ഗൗതമൻ രാമ ദേവി രാമ ഗൗതമൻ രാമ ദേവി തമിഴ്നാട്ടിലെ ഈറോഡിലെ ഭവാനിയിൽ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ബി.വി. സുബ്രഹ്മണ്യ അയ്യരുടെയും മീനാക്ഷിയുടെയും മക്കളായി 1921 ഫെബ്രുവരിയിലായിരുന്നു ജനനം. ആന്ധ്രയിലെ ഗൂട്ടി, തമിഴ്നാട്ടിലെ ഭവാനി, കുംഭകോണം, ചിറ്റൂർ എന്നിവിടങ്ങളിൽ മാറി മാറിയുള്ള താമസങ്ങൾക്ക് ശേഷം അവർ പെരുന്തുറയിൽ സ്ഥിരതാമസമാക്കി. പിതാവായ സുബ്രഹ്മണ്യ അയ്യർ തികഞ്ഞ സംഗീതാസ്വാദകനായതിനാൽ അടുത്ത ക്ഷേത്രങ്ങളിൽ കച്ചേരിക്ക് വന്നിരുന്ന മഹാവിദ്വാൻമാരായ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ, മധുരൈ മണി അയ്യർ, മഹാരാജപുരം വിശ്വനാഥ അയ്യർ, മുസിരി സുബ്രഹ്മണ്യ അയ്യർ, നാഗസ്വര വിദ്വാൻ ടി.എൻ. രാജരത്നം പിള്ള തുടങ്ങി പല പ്രമുഖർക്കും തന്റെ വസതിയിൽ താമസമൊരുക്കിയിരുന്നു. ആ മഹാസംഗീതജ്ഞരുടെ കച്ചേരികളും സാധകം ചെയ്യുന്നതും കണ്ടും കേട്ടുമായിരുന്നു രാമലക്ഷ്മണന്മാരുടെ സംഗീതലോകത്തേക്കുള്ള കാൽവയ്പ്. മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി വന്ന പിതാവായ സുബ്രഹ്മണ്യ അയ്യർ 1938 അന്തരിച്ചതോടെ ആ വീട്ടിൽ സംഗീതം നിലച്ചു. തുടർന്ന് രാമൻ അക്കൗണ്ടൻസിയിലും ലക്ഷ്മണൻ റേഡിയോ എഞ്ചിനീയറിംഗിലും പഠനം തുടർന്നു. ജ്യേഷ്ഠ സഹോദരനായ രാമമൂർത്തിയോടൊപ്പം ബാംഗ്ലൂരിലേക്ക് താമസം മാറിയത് രാമലക്ഷ്മണന്മാർക്ക് ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു. വിദ്വാൻ ടൈഗർ വരദാചാര്യയുടെ സഹോദരൻ വീണ കൃഷ്ണമാചാര്യയുടെ ശിഷ്യനായ ശ്രീനിവാസ റാവുവിന്റെ കീഴിലാണ് അവർ സംഗീത പഠനം തുടങ്ങിയത്. അതും
17-ാം വയസ്സിൽ. അതുകൂടാതെ കുഴിത്തല കൃഷ്ണസ്വാമി റാവു എന്ന സംഗീതജ്ഞന്റെയും ശിഷ്യത്വം നേടുകയുണ്ടായി. ദുർഗാദേവി ദുരിത നിവാരിണി, 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 ദുർഗാദേവി. ബാംഗ്ലൂരിലെ പ്രസിദ്ധമായ ഗായന സമാജത്തിൽ ക്ലാസുകൾ നടത്തിയിരുന്ന ടൈഗർ വരദാചാരി രാമലക്ഷ്മണന്മാരുടെ പാട്ട് കേട്ടിട്ട്, എന്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചിട്ടയായി സംഗീതം അഭ്യസിക്കുന്നില്ല? വരൂ, ചിദംബരം അണ്ണാമല സർവകലാശാലയിൽ സംഗീത വിഭാഗത്തിൽ സംഗീതഭൂഷണം കോഴ്സിനു ചേരൂ, ഞാൻ നോക്കിക്കോളാം എന്ന് അഭിപ്രായപ്പെട്ടു. ജീവിതം എങ്ങനെ മുന്നോട്ടു കൊണ്ടുപോകണമെന്നറിയാതെ വിഷമിച്ചിരുന്ന ആ സഹോദരന്മാരുടെ മുന്നിൽ സംഗീതലോകം വഴി തുറക്കുകയായിരുന്നു. കരുണേ കടലേ കല്യാണി, കരുണേ കടലേ കല്യാണി, കാത്തരുള ഈ ദിവസമയം, കാത്തരുള ഈ ദിവസമയം, തരുവട കദംബ വനമുരേ, തരുവട കദംബ വനമുരേ, തരുവഴിയോ ജാഗേ സംബരോ ഹരി, തരുവഴിയോ ജാഗേ സംബരോ ഹരി. ഗമ പമ പദ പമ ഗഗ മഗരി സലി ഗരി സലി രി നി ധനി നി ഗരി പമ ഗദ ഗമ പമ പദ പമ ഗഗ മഗരി സലി ഗരി സലി രി നി ധനി നി ഗരി പമ ഗദ പമ പഗരി നി ധനി മാധ മഗരി പമ പദ നി പദ മ പദ നി സ ഗമ പമ പദ പമ ഗഗ മഗരി ധനി ഗരി ധനി രി നി ധനി നി ഗരി പമ ഗദ പമ പഗരി നി ധനി മാധ മഗരി പമ പദ നി പദ മ പദ നി സ മഗരി സ നി ഗരി നി ധനി നി ഗമ രി പഗ നി ല രി നി ധ പമ നി ധനി രി നി ധനി രി ഗ ധ നി രി ഗ പമ ഗരി നി ധ മ ധ നി രി നി ധ മ ഗരി നി ധനി സ രി കരുണേ കടലേ. അന്ന് ടൈഗറിനെ കൂടാതെ വിദ്വാൻമാരായ സാത്തൂർ കൃഷ്ണ അയ്യങ്കാർ, ടി കെ രംഗാചാരി, തിരുപ്പാമ്പരം സ്വാമിനാഥപിള്ള, ടി ലക്ഷ്മണപിള്ള, ഗോമതി ശങ്കരയ്യർ, കെ എസ് നാരായണസ്വാമി എന്നിവരായിരുന്നു മറ്റു ഗുരുക്കന്മാർ. എങ്കിലും തന്റെ കൂടെ താമസിപ്പിച്ച് പഠിപ്പിക്കുവാൻ ടൈഗർ വരദാചാരി പ്രത്യേകം ശ്രദ്ധിച്ചു. Super
നൗമി വേദാരി ജിനയോ രാമനെ വേര ഗതിയിലെ തനി. 1939 അണ്ണാമലയിൽ ചേർന്ന സഹോദരന്മാർ 1943 സംഗീതഭൂഷണം വിജയകരമായി പൂർത്തിയാക്കി മദിരാശിയിലേക്ക് തങ്ങളുടെ ഗുരുനാഥനൊപ്പം താമസം മാറ്റി. കലാക്ഷേത്രത്തിലെ പ്രിൻസിപ്പലായിരുന്ന ടൈഗറിന്റെ കീഴിൽ അപ്പോഴും രാമലക്ഷ്മണന്മാർ പഠനം തുടർന്നു. അസംഖ്യം കൃതികളുടെ അക്ഷയഖനിയായിരുന്ന തങ്ങളുടെ ഗുരുവിന്റെ പക്കൽ നിന്നും ധാരാളം കൃതികൾ സ്വായത്തമാക്കാനുള്ള അസുലഭ സന്ദർഭം ഒരു ദശാബ്ദക്കാലം അവർക്ക് ലഭിച്ചു. ഇതിൽ പ്രാണനായികയാ ആയിരത്തി 1945 ദില്ലിയിലെ കർണാടക സംഗീത സഭയിലെ അധ്യാപക വൃത്തി ലക്ഷ്മണനോട് ഏറ്റെടുക്കുവാൻ ടൈഗർ ആവശ്യപ്പെട്ടു. അതോടെ സഹോദരങ്ങൾ രണ്ടിടത്തായെങ്കിലും രാമനോട് കലാക്ഷേത്രയിലെ ബാലേക്ക് പാടുവാനും ഗുരുനാഥൻ നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് പാലക്കാട് വെങ്കടകൃഷ്ണ ഭാഗവതരുടെ ശിക്ഷണത്തിൽ രാമൻ കഥകളി സംഗീതവും അഭ്യസിച്ചു. 12 വർഷത്തെ ഡൽഹി വാസത്തിനു ശേഷം ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയ ലക്ഷ്മണൻ തന്റെ സഹോദരനോടൊപ്പം 1957 ആദ്യമായി ഒരു സംഗീത കച്ചേരി അവതരിപ്പിക്കുന്നത്. കാവു കാവു മണിനെ മൊറപ്പെട്ടക കാവു കാവു മണിനെ മൊറപ്പെട്ടക കരുണനെ മോ കമലലോചനി കാവു കാവു മണിനെ മൊറപ്പെട്ടക കരുണനെ മോ കമലലോചനി നീവോ ബ്രോവകുണ്ടേ నీవు బ్రోవకుంటే ఎవరు బ్రాదురు నీవు బ్రోవకుంటే ఎవరు బ్రాదురు నీవు బ్రోవకుంటే ఎవరు బ్రాదురు నీవు బ్రోవకుంటే ఎవరు బ్రాదురు సదా వరంబు సగే త్యాగరాజను నీవు బ్రోవకుంటే ఎవరు മുപ്പത്തിയാറാം വയസ്സിൽ തുടങ്ങിയ സഹോദരങ്ങളുടെ സംഗീതയാത്ര 1999 വരെ അഭംഗുരം തുടർന്നു. മറ്റു ഗായകർ തങ്ങളുടെ സ്ഥാനം സംഗീതരംഗത്ത് ഉറപ്പിച്ചു കഴിയുന്ന പ്രായത്തിലാണ് രാമലക്ഷ്മണന്മാർ സംഗീത കച്ചേരികൾ തുടങ്ങിയത്. എന്നാൽ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത കൃതികളുടെ ബൃഹത്തായ ശേഖരമായിരുന്നു.
ത്യാഗരാജസ്വാമികളുടെ കോവൂർ പഞ്ചരത്നം, പഞ്ചലിംഗ ക്ഷേത്രകൃതികൾ, നൗകാചരിതം, ദീക്ഷിതരുടെ നവഗ്രഹം, നവാവരണം, മീനാക്ഷി കൃതികൾ, നീലോത്പലാംബ കൃതികൾ, ശ്യാമശാസ്ത്രി, സുബ്ബരായ ശാസ്ത്രി തുടങ്ങിയവരുടെ കൃതികൾ മാത്രമായിരുന്നില്ല അവരുടെ പക്കലുണ്ടായിരുന്നത്. സദാശിവ ബ്രഹ്മേന്ദ്രരുടെയും നാരായണ തീർത്ഥരുടെയും പല കൃതികളും അവർ ചിട്ടപ്പെടുത്തി പ്രചരിപ്പിച്ചു. അഭയാംബികായേ അശ്വരോടായേ അഭയാംബികായേ അശ്വരോടായേ അഭയാംബികായേ അശ്വരോടായേ അഭയാംബികായേ അശ്വരോടായേ അഭയവരപ്രദായേ നമസ്തേ നമസ്തേ അഭയാംബികായേ അശ്വരോടായേ അഭയവരപ്രദായേ നമസ്തേ നമസ്തേ അഭയാംബികായേ. ആരഭിയിൽ അംബാനിനു, സുരുട്ടിയിൽ ഭജനപരുളകേല, കല്യാണിയിൽ ഭജരേ രഘുവീരം, ഭജരേ രേ ചിത്ത, വരാളിയിൽ ഭവസുന്നുത, ശങ്കരാഭരണത്തിലെ ബുദ്ധിറാതു, ഖരഹരപ്രിയയിൽ ചേതുലാര ശൃംഗാര, ഷഹാനയിൽ ദേഹീ തവപദ, മായാമാളവഗൗളയിൽ ദേവീശ്രീ തുളസമ്മ, തോടിയിൽ ഏവരു തെലിയ, സാവേരിയിൽ ഇന്ദകണ്ണാ തെൽപ്പ, ദേവമനോഹരിയിൽ കുലബിരുദുലു തുടങ്ങിയ കൃതികൾ അവർ പ്രചാരപ്പെടുത്തിയതിൽ ചിലത് മാത്രമാണ്. നിന്നോ നിറ നൗമിനാനോ പിന അവേദലി 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 നിന്നോ നിറ നൗമിനാനോ. തികച്ചും സമ്പ്രദായ ശൈലിയിലുള്ള രാഗാലാപനം, ശുദ്ധമായ പാഠത്തോടെയുള്ള കീർത്തനാലാപനം, നിരവൽ സ്വരം പാടുന്നതിലുള്ള ഗാംഭീര്യം, ഇവയെല്ലാമായിരുന്നു രാമലക്ഷ്മണന്മാരുടെ സംഗീതത്തിലെ സവിശേഷതകൾ. சரண ததரி
ತದರಿ ನ ನ ನ ನ കച്ചേരികളിൽ അവരുടെ അഭികേന്ദ്ര ബലം കൃതികളുടെ ആലാപനം തന്നെയായിരുന്നു. തങ്ങളുടെ ഗുരുവിൽ നിന്നും പഠിച്ച പാഠങ്ങളിൽ നിന്നും കടുകിട വ്യതിചലിക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല. താമസിച്ചാണ് ഈ സഹോദരന്മാർ കച്ചേരി രംഗത്തേക്ക് വന്നതെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് ഭാരതത്തിനകത്ത് തങ്ങളുടേതായ പേരും പ്രശസ്തിയും അവർ നേടിയെടുത്തു. pa
വളരെ വിശാലമായ രാഗവിസ്താരത്തിന് താൽപ്പര്യമുണ്ടായിരുന്ന രാമൻ. എന്നാൽ ലക്ഷ്മണൻ വളരെ ചെറിയ ചെറിയ സംഗതികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. രാഗങ്ങളുടെ അന്തർലീനമായ ശക്തി മറഞ്ഞിരിക്കുന്ന സ്തംഭം അഥവാ വാസ്തുവിദ്യ പോലെ പുറത്തു കൊണ്ടുവരുവാൻ രണ്ടുപേരും നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. ഇതുതന്നെയായിരുന്നു ഇവരെ ഭാരതത്തിലെ പല പ്രശസ്ത സംഗീത സഭകളിലെയും അവിഭാജ്യ ഘടകമാക്കിയത്. സദാശിവ ബ്രഹ്മേന്ദ്രരുടെ നിരവധി കൃതികളും ശുദ്ധാനന്ദ ഭാരതിയുടെ കൃതികളും ചിട്ടപ്പെടുത്തി പ്രചാരം ചെയ്യുന്നതിൽ അവർ ശ്രദ്ധ ചെലുത്തി. മധുരയ്ക്ക് സമീപം മാനാമധുരയിലെ സദാശിവ ബ്രഹ്മേന്ദ്ര സമാധിയിൽ സംഗീതാരാധന നടത്തുന്നതിലും അവർ മുൻകൈയെടുത്തു. ശൃംഗേരി ശാരദാപീഠത്തിൽ നിന്നുള്ള സംഗീത വിശാരദ, കാഞ്ചി കാമകോടി പീഠത്തിൽ നിന്നും ഇശൈ ഗാനമണി, കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ ആസ്ഥാന വിദ്വാൻ പദവി, ഇസൈ ചുടർ, നീലകണ്ഠ ശിവൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ രാമലക്ഷ്മണന്മാർക്ക് ലഭിക്കുകയുണ്ടായി.
കച്ചേരി നടത്തുന്നതിൽ മാത്രമല്ല, 30ഓളം വർണ്ണങ്ങൾ, കൃതികൾ, തില്ലാനകൾ മുതലായവ രാമലക്ഷ്മണന്മാരുടേതായിട്ടുണ്ട്. ഖരഹരപ്രിയ, കാമ്പോജി, തോടി, അഠാണ, വൃന്ദാവനി, സാരംഗ തുടങ്ങിയ രാഗങ്ങളിൽ വർണ്ണങ്ങൾ ഇവരുടേതായിട്ടുണ്ട്. കൃതികളുടെ അപാരമായ ശേഖരമുണ്ടായിരുന്ന രാമലക്ഷ്മണന്മാർ പ്രത്യേകതയുള്ള കച്ചേരികൾ നടത്തിയും തങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. योगत जनि सदा प्राणाग्निसं योगत जनि सदा प्रणवनाद सप्त स्वररूपिणी प्राणाग्निसं योगत जनि सदा प्रणवनाद सप्त स्वररूपिणी वीणादिवाद्य नित्यगान वीणादिवाद्य नित्यगान वीणादिवाद्य नित्यगान वीणादिवाद्य नित्यगान विनोदिनी हरिकेतभामिनी वीणादिवाद्य नित्यगान विनोदिनी हरिकेतभामिनी दुर्गादेवी दुरित निवारिणी दुर्गादेवी. ചെന്നൈ കൃഷ്ണഗാന സഭയിൽ വിവിധ രാഗങ്ങളിലുള്ള 17ഓളം ഗണേശകൃതികൾ ഉൾപ്പെടുത്തി നമാമി ഗണേശം എന്ന കച്ചേരി 1998 അവതരിപ്പിക്കുകയുണ്ടായി. രാമായണ കഥ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികളിലൂടെ അവതരിപ്പിച്ച് ചെന്നൈ മ്യൂസിക് അക്കാദമിയിലും അവർ ശ്രദ്ധ നേടി. ആകാശവാണിക്കായി പല വ്യത്യസ്ത പരിപാടികളും രാമലക്ഷ്മണന്മാർ നൽകിയിട്ടുണ്ട്. ഈശമനോഹരി, ദേവമനോഹരി, ബുധമനോഹരി, സരസ്വതി മനോഹരി തുടങ്ങി മനോഹരി എന്ന സംഗീത പരിപാടി, ഗൗളയിൽ അവസാനിക്കുന്ന ഗൗള, മായാമാളവ ഗൗള, നാരായണ ഗൗള തുടങ്ങിയവ ഉൾപ്പെടുത്തിയ പരിപാടി, സുബ്രഹ്മണ്യ ഭാരതിയാരുടെ രാഗമുദ്രയുള്ള കൃതികൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ സംഗീത പരിപാടികൾ നടത്തി ചുരുങ്ങിയ കാലം കൊണ്ട് രാമലക്ഷ്മണന്മാർ സംഗീതരംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. സരസ്വത്യ ഭഗവത്യ സരസ്വത്യ ഭഗവത്യ സംരക്ഷിതോ സരസ്വത്യ ഭഗവത്യ
ഒട്ടനവധി വർണ്ണങ്ങൾ സ്വായത്തമാക്കിയിരുന്ന ഈ സംഗീതജ്ഞർ വർണ്ണങ്ങൾ ഭംഗിയായി മനഃപ്പാഠമാക്കിയാൽ രാഗസ്വരൂപം എന്താണെന്ന് വളരെ വേഗം മനസ്സിലാകുമെന്നും അതുവഴി രാഗങ്ങൾ ആലപിക്കുന്നതിന് പ്രത്യേക ഭംഗി ലഭിക്കുമെന്നുമുള്ള അഭിപ്രായക്കാരായിരുന്നു. നിരവധി യുവസംഗീതജ്ഞർ രാമലക്ഷ്മണന്മാരുടെ അടുത്ത് പല അപൂർവ കൃതികളും പഠിക്കുവാനായി പോയിരുന്നുവെങ്കിലും 1-2 വർഷം പഠിച്ച ശേഷം ഇവർ അവരുടെ ശിഷ്യരാണ് എന്ന് പുറത്തു പറഞ്ഞിരുന്നില്ല. ഈ കാര്യത്തെപ്പറ്റി കോഴിക്കോട് ത്യാഗരാജ ആരാധനയിൽ പാടാൻ വന്ന ഈ സഹോദരങ്ങളോട് ഒരു പത്രപ്രവർത്തകൻ അന്വേഷിച്ചപ്പോൾ ലക്ഷ്മണന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. നോക്കൂ, ആ ഗായകൻ കുറേയേറെ കൃതികളുടെ ലിസ്റ്റുമായി ഞങ്ങളെ സമീപിച്ച് അയാളുടെ ഗുരുനാഥനാണ് ഞങ്ങളെ സമീപിക്കാൻ ആവശ്യപ്പെട്ടതെന്നും പറഞ്ഞപ്പോൾ ആ സംഗീതജ്ഞനോടുള്ള ബഹുമാനാർത്ഥം ഞങ്ങൾ ആ കൃതികളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. സംഗീതം ഏതു വിദ്യാർത്ഥിക്കുമുള്ളതാണ്, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ചിന്തിച്ചില്ല. പിന്നെ താങ്കൾ പറയുന്ന പോലെ ഞങ്ങളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ അത് ആ ഗായകന്റെ രീതി അങ്ങനെയായിരിക്കും. ഒരാൾക്ക് പഠിപ്പിച്ചതുവഴി ആ കൃതികൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഹൃദിസ്ഥായി, അത്രമാത്രം. പുതുതലമുറയിലെ പല ഗായകരും വളരെ കഴിവുള്ളവരാണെങ്കിലും ഭൂരിഭാഗവും വളരെ വേഗം പ്രശസ്തിയിലേക്ക് കുതിച്ചുയരാൻ ആഗ്രഹമുള്ളവരാണെന്നായിരുന്നു രാമലക്ഷ്മണപക്ഷം. ഗുരുക്കന്മാരും ശിഷ്യരും ഇക്കാലത്ത് തികച്ചും അക്ഷമരാണ്. 5-6 വർണ്ണങ്ങളും കുറച്ച് കൃതികളും രാഗങ്ങളും സ്വരപ്രസ്ഥാരങ്ങളും പഠിപ്പിച്ച് എത്രയും വേഗം കച്ചേരിക്ക് തയ്യാറാക്കുകയാണ് പല ഗുരുക്കന്മാരും. ശിഷ്യരും അതുപോലെ ഏതെങ്കിലും ഒരു ഗായകന്റെ ശൈലി അന്ധമായി അനുകരിച്ചു പാടുകയും സഭകളിൽ സംഘാടകരുടെ പിറകെ നടന്ന് കച്ചേരികൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ കർണാടക സംഗീതത്തെ നശിപ്പിക്കുകയാണ്. എന്നാൽ ആത്മാർത്ഥതയുള്ളവർ കുറച്ച് താമസിച്ചാലും അംഗീകരിക്കപ്പെടും.
దని ద దని ద మద ని ద మమ మగ మద మగ మద ని ద ని ద ని దని సని ద మగ ని ద దిగి తవాజం దని 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 దంద దని 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 ద మద దని 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 ద మద మగ మద మా ని దని 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 ద మద దని దని మద ద గమ మ దని ద గ బగరి దిగి తవాద్యం దని ద ద ద దని ద దని ద దని ద మద ద మగ మగ మద ని ద మగ 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 ది ద దిగి వాద్యం చింతామణి సదన సీత కిరణ నిపవదన సీత చింతామణి సదన సీత వదనం గురుగుగం మాతుల కాంతం లలితం సీత వదనం గురుగుగం మాతుల కాంతం లలితం హిరణ్మయే మీతరాబదాం హే రమణ వాదయో జగామి హిరణ్మయే లక్ష్మీ തങ്ങളെ സമീപിച്ച നിരവധി യുവഗായകർക്ക് സംഗീതം പകർന്നു നൽകിയ സഹോദരന്മാരുടെ പാഠ്യരീതി പ്രത്യേകതയുള്ളതായിരുന്നു. എത്ര നേരം വേണമെങ്കിലും മടികൂടാതെ പഠിപ്പിച്ചിരുന്ന അവർ ഒരിക്കലും ആരോടും ഫീസ് ആവശ്യപ്പെട്ടിരുന്നില്ല. മറിച്ച് ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രം: കൃതികൾ ഒരിക്കലും നോക്കി പാടരുത്, മനഃപ്പാഠമാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഗാംഭീര്യവും പൂർണ്ണതയും നഷ്ടപ്പെടും എന്നതായിരുന്നു. 2 ദശാബ്ദക്കാലം രാമലക്ഷ്മണന്മാരുടെ ശിഷ്യരായിരുന്ന സംഗീതജ്ഞരായ മാമ്പലം സഹോദരിമാർ എന്നറിയപ്പെട്ട ആർ വിജയലക്ഷ്മി, ആർ ചിത്ര എന്നിവർ ഇങ്ങനെ പറയുന്നു: എന്തെങ്കിലും പാഠങ്ങളിൽ സംശയം വന്നുപോയാൽ അദ്ദേഹത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ, അത് പാടെ ശരിയായിക്കും, കവലപ്പെടാതെ എന്നായിരുന്നു. ஞானத்தினால் உன்னை ஓதின பேர்கெந்த ஞானத்தினால் உன்னை ஓதின பேர்கெந்த உண்மை உண்டாமோ இப்போதிருங்க ஞானத்தினால் உன்னை ஓதின பேர்கெந்த உண்மை உண்டாமோ இப்போதிருந்த கானத்திலே பாதத்தோள்கதில்ல கானத்திலே பாதத்தோள்கதில்ல கானத்திலே பாதத்தோள்கதில்ல கல்லுறும் மாறி அகனிகையாய் வந்த கல்லுறும் மாறி அகனிகையாய் வந்த கல்லுறும் மாறி அகனிகையாய் வந்த தேவியை வந்தாமா கோதமா அவையை வளராமா தேவியை வளராமா கோதமா அவையை வளராமா ഭരതനാട്യ വിദുഷി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിന്റെ ഗുരുവായിരുന്നു ലക്ഷ്മണൻ. കൂടാതെ പുട്ടപർത്തിയിലെ സത്യസായി ബാബ
പലപ്പോഴായി രാമലക്ഷ്മണന്മാരുടെ അടുത്ത് പുട്ടപർത്തിയിൽ വെച്ചു തന്നെ വർഷങ്ങളോളം സംഗീതാഭ്യാസനം നടത്തിയതും ഏറെ പ്രശസ്തമാണ്. സായിബാബയെപ്പറ്റി നിരവധി കൃതികളും രാമലക്ഷ്മണന്മാർ രചിച്ചിട്ടുണ്ട്. സംഗീതം ദൈവീക സിദ്ധിയാണെന്ന് വിശ്വസിക്കുകയും അത് കച്ചവട ചരക്കാക്കുന്നതിന് തികഞ്ഞ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്ത രാമലക്ഷ്മണന്മാർ അവരുടെ ജീവിതാവസാനം വരെ ഒരു കച്ചേരിക്ക് ഇത്ര രൂപ തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. തങ്ങളുടെ മഹാഗുരുനാഥനായ ടൈഗർ വരദാചാരിയും TK അങ്കാചാരിയും മറ്റും കച്ചേരികൾക്ക് ഇത്ര രൂപ വേണം എന്ന് ചോദിച്ചതായി അറിയില്ല. അതിനാൽ അവരുടെ പാത തങ്ങളും പിന്തുടർന്നു. പക്ഷേ നാളിതുവരെ ഞങ്ങൾക്ക് കാശ് തരാതിരിക്കുകയോ ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം എന്ന് ആവശ്യപ്പെടേണ്ടി വന്നിട്ടില്ല, ഈശ്വരാനുഗ്രഹത്താൽ. എന്നാൽ തങ്ങളുടെ കാലമല്ല ഇന്നെന്നും കാര്യങ്ങൾ ആകെ മാറിക്കഴിഞ്ഞെന്നും അവർ ഇതോടൊപ്പം തന്നെ പറഞ്ഞു. യുവസംഗീതജ്ഞർ സംഗീതം അവരുടെ ജീവിതോപാധിയാക്കി. ചെലവുകളൊക്കെ കൂടുകയും സഭകളൊക്കെ ടിക്കറ്റും മറ്റും വെച്ച് കച്ചേരികൾ നടത്തുമ്പോൾ ചെറുപ്പക്കാർ കാശ് ചോദിക്കുന്നതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. രാമചന്ദ്രായ നമസ്തേ. രാമചന്ദ്രായ നമസ്തേ. രാമചന്ദ്രായ നമസ്തേ. രാമചന്ദ്രായ നമസ്തേ. രാജീവലോചനായ വരായ രാമചന്ദ്രായ നമസ്തേ. രാജീവലോചനായ വരായ രാമചന്ദ്രായ നമസ്തേ. രാജീവലോചനായ വരായ രാമചന്ദ്രായ നമസ്തേ. രാജീവലോചനായ വരായ രാമചന്ദ്രായ. എന്നും ഗുരുസ്മരണയിൽ കഴിഞ്ഞിരുന്ന രാമലക്ഷ്മണന്മാരുടെ കച്ചേരികൾക്ക് ഭാരതത്തിലെ പല പ്രഗത്ഭരായ പക്കമേളക്കാരും അകമ്പടി സേവിച്ചു. തികഞ്ഞ സാത്വികരും സംഗീതത്തിനുപരി ക്രിക്കറ്റ് പ്രേമികളുമായിരുന്നു അവർ. 1996 ലക്ഷ്മണന്റെ മരണത്തോടെ സംഗീതരംഗത്തോട് വിട പറഞ്ഞ രാമൻ 2006 ചെന്നൈയിൽ വെച്ച് ഇഹലോകവാസം വെടിഞ്ഞു. ബാലചന്ദ്ര ജടാധര ബാലചന്ദ്ര ജടാധര ബാലചന്ദ്ര ജടാധര ബാലചന്ദ്ര ജടാധര ബാലചന്ദ്ര ജടാധര പഞ്ചനദ പരിപാല ബാലചന്ദ്ര ജടാധര പഞ്ചനദ പരിപാല നീലകണ്ഠ നിരഞ്ജന ഏകഗണോഗ ഫലദായക നീലകണ്ഠ എന്തൊരു മഹാനുഭാവുലു സമാപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ആഖ്യാനം മനേഷ് MP. ശബ്ദസാന്നിധ്യം കുരീപ്പുഴ സജീവ്, NJ ജോഷിലാൽ. നിർവഹണ സഹായം ആര്യലക്ഷ്മി R. നിർവഹണം AL മഞ്ജുള രാജേഷ്, മനേഷ് MP. എന്തരോ മഹാ